ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബസ് സ്റ്റാൻഡിൽ വന്ന് ബസ് ഇറങ്ങിയ ഉടൻ മനശങ്കർ ഒരു ഓട്ടോറിക്ഷ പിടിച്ച് നേരെ ജ്വല്ലറിയിലേക്കാണ് പോയത്. വലിയ ബാഗും ചുമലിൽ തൂക്കി അവൻ ക്യാബിനിലേക്ക് കയറി വരുന്നത് കണ്ട് ബാലചന്ദ്രമേനോൻ ആശ്ചര്യപ്പെട്ടു. ഗുഡ് ഈവനിങ് അങ്കിൾ. വെരി വെരി ഗുഡ് ഈവനിങ്. നീ എന്താ കെട്ടും ഭാണ്ഡവും ഒക്കെയായിട്ട് ബാംഗ്ലൂരിൽ നിന്ന് വരണ വഴിയാണോ? അതെ, വീട്ടിൽ പോയില്ല. ഇല്ല, നേരെ ഇങ്ങോട്ട് പോന്നു. നിന്റെ മുഖം കണ്ടാൽ അറിയാം വല്ലാത്ത ക്ഷീണം. ഇന്നലെ ഉറങ്ങിയില്ലേ? ബസ്സിലിരുന്ന് ഉള്ള ഉറക്കമല്ലേ അങ്കിൾ? നീ എന്താ നിൽക്കുന്നേ? ഇരിക്ക്. മനുശങ്കർ കസേരയിലേക്ക് വീണു. അങ്കിൾ, അലീനെ എന്നെ വിളിച്ചിരുന്നു. അവൾ നാളെ പോവാണെന്ന് പറയുന്നു. അതെ, ശരിയാണ്. എങ്ങോട്ട് പോകുന്നു? എൻ്റെ വീട്ടിലെ പോലെ തന്നെ സുരക്ഷിതമായൊരു സ്ഥലത്തേക്ക്. അങ്കിളിന് ഉറപ്പുണ്ടോ സുരക്ഷിതമാണെന്ന്? അങ്ങനെ വിശ്വസിക്കാനല്ലേ നമുക്ക് പറ്റൂ. എവിടെയാണത്? സ്ഥലമൊക്കെ ഞാൻ പിന്നീട് പറയാം. ഇപ്പോൾ പറഞ്ഞാൽ എന്താ? നിനക്കെന്താ ഇത്ര അക്ഷമ? അങ്കിൾ ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചിരുന്നുവെങ്കിൽ അവൾ പോകുന്നത് തടയാൻ പറ്റില്ലായിരുന്നോ? തടയാൻ ഇനിയും പറ്റും. ഞാനൊരു വാക്ക് പറഞ്ഞാൽ മതി അവളോട്, നീ പോകണ്ട എന്ന്. അവൾ പോവില്ല. പിന്നെ എന്തുകൊണ്ടാ അങ്കിൾ അത് പറയാത്തത്? അവളുടെ മനസ്സും നമ്മൾ കാണണമല്ലോ. അവൾക്ക് പോകാനാണോ ഇഷ്ടം? ഇഷ്ടമായിട്ടാണോടാ? ഞാൻ അവളെ പറഞ്ഞയച്ചില്ലെങ്കിൽ വൈജയന്തി ഡിവോഴ്സിന് പോകും. ഈ ഒരു അവസ്ഥയിൽ അവൾ എങ്ങനെ വീട്ടിൽ നിൽക്കും? ആ അവസ്ഥയെ ധൈര്യത്തോടെ നേരിടണം. നീ ഇതിനിടയ്ക്ക് സൗകര്യപൂർവ്വം ഒരു കാര്യം മറന്നു പോകുന്നു. അലീനയ്ക്ക് വൈജയന്തി ശത്രുവല്ല, അവളുടെ അമ്മയാണ്. അതിനു മുമ്പിൽ നീയും അവളും തമ്മിലുള്ള ബന്ധവും ഞാനും അവളും തമ്മിലുള്ള ബന്ധവും എല്ലാം ചെറുതാണ്. സ്വന്തം അമ്മയ്ക്കെതിരെ യുദ്ധം ചെയ്യാൻ അവൾ നിൽക്കില്ല. അവളെ അങ്ങനെ പിടിച്ചു നിർത്താനും എനിക്ക് വയ്യ. നിനക്കറിയാമല്ലോ, എനിക്ക് അവളോടുള്ള കടപ്പാട് തീർത്താൽ തീരുന്നതല്ല. ഞാനും എൻ്റെ മക്കളും തകർന്നു പോകാതെ പിടിച്ചു നിന്നത് അവളുടെ സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ക്ഷമയുടെയും അടിത്തറയിലാണ്. മനുശങ്കർ നിരാശനായി കസേരയിലേക്ക് ചാരി. അവൻ വലിയ പ്രതീക്ഷയിലാണ് തന്നെ കാണാൻ വന്നതെന്ന് ബാലചന്ദ്രന് മനസ്സിലായി. ഞാൻ ആൻറ്റിയെ കണ്ട് സംസാരിച്ചാലോ അങ്കിൾ? എനിക്ക് പ്രതീക്ഷയില്ല. നിനക്ക് കഴിയുമെങ്കിൽ ശ്രമിച്ചു നോക്കുക. പക്ഷേ പറയാവുന്നതിൽ കൂടുതൽ ഒരക്ഷരം പോലും നിന്റെ നാവിൽ നിന്ന് വീഴാൻ പാടില്ല. ഇല്ലെങ്കിൽ ഞാനൊരു വാക്ക് തന്നിട്ടില്ലേ? മനുശങ്കർ അപ്പോൾ തന്നെ വൈജയന്തിയെ കാണാൻ പോകാൻ തയ്യാറായി. ഈ ബാഗ് ഞാൻ അങ്കിളിൻ്റെ കാറിൻ്റെ ഡിക്കിൽ വെച്ചോട്ടെ. ഞാൻ ഇന്ന് അങ്കിളിൻ്റെ വീട്ടിലേക്കാണ് വരുന്നത്. ബാഗ് വെറുതെ ചുമന്നുകൊണ്ട് നടക്കണ്ടല്ലോ. അതിനെന്താ? ഗോവർദ്ധൻ്റെ കയ്യിൽ നിന്നും കാറിൻ്റെ ചാവി. ആൻറ്റി സമ്മതിക്കുന്ന സ്ഥലവും താമസിക്കുന്ന സ്ഥലവും. അങ്ങനെ നേരെ മനുശങ്കർ വൈജയന്തിയെ കാണാനായി ചെന്നു. ആൻറ്റിയുടെ മനസ്സ് മാറുന്നവരെ സംസാരിക്കണമെന്നാണ് നിശ്ചയിച്ചിരുന്നതിന് അവൻ ഓട്ടോറിക്ഷ വെയിറ്റ് ചെയ്യിക്കാതെ പറഞ്ഞയച്ചു. ഡോർബെൽ കേട്ട് മുടന്തി വന്ന് വാതിൽ തുറന്ന വൈജയന്തി മനുശങ്കരനെ കണ്ട് വിസ്മയാതീതനായി. നീ ഇതെങ്ങനെ അറിഞ്ഞു ഞാനിവിടെയാ താമസിക്കുന്നതെന്ന്? സ്വന്തം സഹോദരന്മാരുടെ മക്കളോട് സ്വതസിദ്ധമായുള്ള വാത്സല്യത്തോടെ വൈജയന്തി ചോദിച്ചു. അച്ഛൻ പറഞ്ഞ് അറിയാമായിരുന്നു. അഡ്രസ്സ് അങ്കിളിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി. വീട്ടിലുണ്ടായിരുന്നോ? ഇല്ല, ബാംഗ്ലൂരിൽ നിന്ന് വന്നതേ ഉള്ളൂ. കയറി വാ. വൈജയന്തി മുടങ്ങുന്നത് കണ്ട് അവൻ ചോദിച്ചു. നടക്കാനാ വയ്യെങ്കിൽ ആൻറ്റി എന്തിനാ വാതിൽ തുറക്കാനൊക്കെ മെനക്കെടുന്നേ? സെർവൻ്റ് ഇല്ലേ ഇവിടെ? സെർവൻ്റ് ഇല്ല, ഹോം നേഴ്സ്. സെർവൻ്റ് എന്ന വാക്ക് കേൾക്കുന്നതേ എനിക്കിപ്പോൾ പേടിയാ, വൈജയന്തി പറഞ്ഞു. ഞാൻ മനഃപൂർവ്വം നടന്നു വേണം കാൽ ശരിയാകാൻ. ജോലിക്ക് പോയി തുടങ്ങിയോ? ഇല്ലല്ലോ. ഇല്ല, അടുത്ത മാസം മുതൽ പോകും, വൈജയന്തി പറഞ്ഞു. നിനക്ക് ചായയോ കാപ്പിയോ വേണോ? അവൾക്ക് നല്ല മൂടാണെങ്കിൽ ഇട്ടുതരും. വേണ്ട, ഞാൻ ചായ കുടിച്ചതാ. നീ എന്നെ കാണാൻ വന്നതാണോ അതോ എന്തെങ്കിലും കാര്യം പറയാൻ വന്നതാണോ? അതെന്താ ആൻറ്റി അങ്ങനൊരു ചോദ്യം? ഞാൻ ഈ ലോകത്ത് തന്നെയല്ലേ മോനെ ജീവിക്കുന്നത്. ചിലതൊക്കെ എനിക്ക് ഊഹിക്കാൻ പറ്റും. ആൻറ്റിയുടെ ഈ ഊഹാപോഹങ്ങൾ നിർത്തിയാൽ തന്നെ ആൻറ്റിക്ക് പാതി സമാധാനം കിട്ടും. ആളുകൾ അവരുടെ വഴിക്ക് പൊക്കോട്ടെ. ആൻറ്റി എന്തിനാ ഊഹിക്കാൻ വേണ്ടി ആൻറ്റിയുടെ മനസ്സിനെ അവരുടെ പുറകെ വിടുന്നത്? ആ ചോദ്യം ചോദിച്ചത് വൈജയന്തിക്ക് ഇഷ്ടമായില്ല. എൻ്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. ഞാൻ എന്തൊക്കെ ചെയ്യണമെന്ന് നീ എനിക്ക് പറഞ്ഞു തരണ്ട. കണ്ടോ, ആൻറ്റിയുടെ കാര്യത്തിൽ ആരും ഇടപെടാൻ പാടില്ല, ആരും ചോദ്യം ചെയ്യാൻ പാടില്ല. ആൻറ്റി പക്ഷേ സകലരുടെയും കാര്യത്തിൽ കൈയും തലയും ഇടും. നീ എന്നെ കുറ്റം വിധിക്കാൻ വന്നതാണോ? ഏയ്, ഞാൻ അത്രയ്ക്കൊന്നും ആയിട്ടില്ല. അലീന നാളെ പോവുകയാണെന്നറിഞ്ഞു. ആൻറ്റി കാരണമാണ് അവൾക്ക് പോകേണ്ടി വന്നതെന്ന് കേട്ടു. അതിൻ്റെ കാരണം അറിയാമല്ലോ എന്ന് വിചാരിച്ചു വന്നതാ. കഴമ്പില്ലാത്ത തെറ്റിദ്ധാരണ വല്ലതുമുണ്ടെങ്കിൽ മാറ്റാമല്ലോ. ഓ, അത് ശരി. യാതൊരു തെറ്റിദ്ധാരണയുമില്ല മോനെ. ആൻറ്റിക്കൊരു ദുർവാശി. അലീന എന്നൊരു സെർവൻറ്റ് ആൻറ്റിയുടെ വീട്ടിൽ വേണ്ട. എൻ്റെ വീട്ടിൽ എനിക്കിഷ്ടമില്ലാത്തവരാരും സെർവൻറ്റിനെ വെക്കേണ്ട എന്ന് പറയാൻ എനിക്ക് അവകാശമില്ലേ? അങ്ങനെ അവകാശമില്ലെങ്കിൽ ആ വീട് എനിക്ക് വേണ്ട. ആൻറ്റി അങ്കിളിനും ആൻറ്റിയുടെ മക്കൾക്കും അലീനയോടുള്ള കടപ്പാടും നന്ദിയും ഓർത്താൽ സമ്മതിച്ചു. അവളില്ലെങ്കിൽ ഞാൻ ഇന്ന് വിധവ. അവളില്ലെങ്കിൽ എൻ്റെ മക്കൾ നാനാ വഴിക്ക് ചിതറിപ്പോയനെ, എൻ്റെ കുടുംബം നശിച്ചുപോയനെ. എല്ലാം ഞാൻ സമ്മതിച്ചു. എനിക്ക് ഒരൊറ്റ വാശിയുള്ളൂ. എൻ്റെ വീട്ടിൽ അവൾ താമസിക്കാൻ പാടില്ല. എൻ്റെ കുടുംബവുമായി ഇനി അവൾ ബന്ധപ്പെടാൻ പാടില്ല.
ചെയ്ത ഉപകാരങ്ങൾക്കെല്ലാം നന്ദി, നമസ്കാരം. ആൻറ്റി ഒരല്പം സന്മനസ് കാണിച്ചാൽ. എൻ്റെ മോനെ, എൻ്റെ സ്വന്തം മക്കൾ അവിടെ വന്നു കാല് പിടിച്ചു പറഞ്ഞിട്ട് എനിക്ക് സന്മനസ്സുണ്ടായില്ല. പിന്നെയല്ലേ നീ? മനുശങ്കറിൻ്റെ മുഖം വാടി. വൈജയന്തിയുടെ മനസ്സ് പാറ പോലെ ഉറച്ചതാണെന്നും അതിനെ ഇളക്കാൻ ഒരു ന്യായവാദത്തിനും കഴിയില്ലെന്നും അവന് ബോധ്യം വന്നു. ഓട്ടോറിക്ഷ പറഞ്ഞയക്കേണ്ടായിരുന്നുവെന്ന് അവന് കുണ്ഠിതപ്പെട്ടു. ഇനി ഓട്ടോ കിട്ടണമെങ്കിൽ കുറച്ച് ദൂരം നടക്കണം. മനുശങ്കർ പോകാൻ എഴുന്നേറ്റു. പക്ഷേ ആൻറ്റി ഒന്ന് ഓർക്കണം, ആൻറ്റിയെ പേടിച്ചല്ല അലീന ആ വീട് വിട്ടു പോകുന്നത്. അങ്കിൾ നിർബന്ധിച്ച് പറഞ്ഞയക്കുകയുമല്ല. ആൻറ്റിയുടെ മക്കൾക്ക് അവൾ പോകുന്നതിന് സന്തോഷവുമില്ല. സ്വമനസാലെയാണ് അവൾ പോകുന്നത്. അതും അവൾ ആൻറ്റിയോട് കാണിക്കുന്ന ദാക്ഷിണ്യമാണെന്ന് വിചാരിച്ചു. ദാക്ഷിണ്യമല്ല, അവൾക്ക് കിട്ടേണ്ടതൊക്കെ കിട്ടി, കൊടുക്കേണ്ടതൊക്കെ കൊടുത്തു. ഇനി അടുത്ത താവളം. അവൾ ഇട്ടെറിഞ്ഞു പോകുന്നു. എച്ചിലൊന്നും എനിക്ക് വേണ്ട, പക്ഷെ അവൾ അവിടുന്ന് പോകണം. എന്നിട്ടേ ഞാൻ ആ വീട്ടിൽ കാലുകുത്തു. അതെൻ്റെ ഒരു ശപഥമാ. എൻ്റെ ആൻറ്റി. അലീനയുടെ ത്യാഗ മനസ്ഥിതിക്ക് മുന്നിൽ ആൻറ്റിയുടെ ശപഥത്തിന് എന്ത് വിലയാവുള്ളത്? അറിയാതെയാണെങ്കിലും ആൻറ്റി അവളോട് ചെയ്യുന്ന ദ്രോഹത്തിൻ്റെയും പാപത്തിൻ്റെയും ഫലം ഈശ്വരന്മാർ ക്ഷമിക്കുവോ? അത് തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ ആൻറ്റി ഒരു ജന്മം മുഴുവൻ ഇരുന്ന് കരഞ്ഞാലും തീരുവോ അതിൻ്റെ വേദന? അതെല്ലാം ഞാൻ സഹിച്ചു. നിനക്ക് വേറെ വല്ലതും പറയാനുണ്ടോ? ഇല്ല, ഒന്നും പറയാനില്ല. ആൻറ്റിയെ ഓർത്തിട്ട് ഭയങ്കര സങ്കടമുണ്ട്. പോട്ടെ. മനുശങ്കർ ഇറങ്ങി നടന്നു. ഡോർബെൽ കേട്ട് കൃഷ്ണജിയാണ് ചെന്ന് വാതിൽ തുറന്നത്. സിറ്റൗട്ടിൽ മനുശങ്കർ നിൽപ്പുണ്ടായിരുന്നു. മനുവേട്ടൻ വന്നത് അറിഞ്ഞു പോലുമില്ലല്ലോ. ബൈക്കിലല്ലേ വന്നേ? കൃഷ്ണജ ഒരു തണുത്ത സ്വരത്തിൽ ചോദിച്ചു. അപ്രതീക്ഷിതമായി തന്നെ കണ്ടതിൻ്റെ അതിശയമോ സന്തോഷമോ ഒന്നും അവളുടെ മുഖത്ത് കാണാഞ്ഞത് മനുശങ്കറിനെ വിസ്മയപ്പെടുത്തി. സാധാരണഗതിയിൽ ഹായ് മനുവേട്ടൻ എന്ന് വിളിച്ച് കൂവി ഓടി വന്ന് തോളത്ത് തൂങ്ങാറുള്ളതാണ്. ബൈക്ക് എടുത്തില്ലേ? നിനക്ക് എന്തു പറ്റി? പനിയായിരുന്നോ? അതോ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വരുവാണോ? ഒന്നുമല്ല, ഞാൻ വെറുതെ ഇരിക്കായിരുന്നു മനുവേട്ട. കയറി വാ. മനുശങ്കർ വീട്ടിനുള്ളിലേക്ക് ചെന്നു. അലീന ചേച്ചി. ചുറ്റുവരാന്തയിലേക്ക് ചെന്നിട്ട് കൃഷ്ണജി വിളിച്ചു. അലീന കിച്ചണിൻ്റെ വാതിൽ കടന്നതേ മനുശങ്കർ കണ്ടു. അവൾ അവിടെ തന്നെ നിന്നു. മനുശങ്കറും നിന്നു. അലീന പുഞ്ചിച്ചുവെങ്കിലും അവളുടെ മുഖത്തിനൊരു വാട്ടമുണ്ടെന്ന് അവന് തോന്നി. മനുവേട്ടിന് ചോറെടുക്കട്ടെ? തണുത്തെന്നേയുള്ളൂ, കറിയൊക്കെയുണ്ട്. അലീന ചോദിച്ചു. ഈ 5 മണിക്കാണോ അലീന ചേച്ചി ചോറ്? ചേച്ചിക്ക് സമയബോധമില്ലാണ്ടായോ? കൃഷ്ണജി ചോദിച്ചു. ഊണ് കഴിക്കാത്തവർക്ക് 5 മണിക്ക് കഴിച്ചാലും അത് ഉച്ചയൂണ് തന്നെ, അലീന പറഞ്ഞു. മനുശങ്കർ വിസ്മയാതീതനായി. ഞാൻ ഊണ് കഴിച്ചിട്ടില്ലെന്ന് എങ്ങനെ അറിഞ്ഞു? മഷിയിട്ട് നോക്കിയപ്പോൾ കണ്ടതാ. ഊണ് വിളമ്പട്ടെ മനുവേട്ട? അലീന കുസൃതിച്ചിരിയോടെ പറഞ്ഞു. മനുശങ്കർ ഒരു നിമിഷം സ്വയം മറന്ന് ആ ചിരിയിലേക്ക് തന്നെ നോക്കി നിന്നു. എന്നിട്ട് പെട്ടെന്ന് പരിസരബോധം വന്ന പോലെ ചുറ്റുപാട് നോക്കി. ബാക്കിയുള്ളവരൊക്കെ എവിടെ? രോഹിത്തും ബബിതയും? ഇവിടെയൊക്കെയുണ്ട്, കൃഷ്ണജ പറഞ്ഞു. മനുശങ്കർ ബബിതയുടെ മുറിയിൽ ചെന്നു. അവൾ കിടക്കയിൽ ഒരു വശം ചെരിഞ്ഞു കിടപ്പുണ്ട്. ഉറക്കമാണെന്ന് കരുതി മനുശങ്കർ തിരികെ പോരാൻ ഭാവിച്ചപ്പോഴേക്കും ബബിത തല തിരിച്ച് അവനെ നോക്കി. പിന്നെ എണീറ്റ് കിടക്കയിൽ ഉദാസീനനായിരുന്നു കൊണ്ട് പറഞ്ഞു. അലീന ചേച്ചി പോവാണെന്ന് അറിഞ്ഞിട്ട് വന്നതാണോ മനുവേട്ടൻ? അതെ. എങ്ങനെ മനസ്സിലായി? ഇന്ന് ശനിയും ഞായറും ഒന്നുമല്ലല്ലോ, വർക്കിംഗ് ഡേ അല്ലേ, അതുകൊണ്ട് ചോദിച്ചതാ. മനുശങ്കർ കട്ടിലിലിരുന്നു. ഞാൻ അങ്കിളിനെയും ആൻറ്റിയും ഒക്കെ കണ്ടിട്ടാ വരണേ, അവൻ പറഞ്ഞു. അമ്മ എന്തു പറഞ്ഞു? ആൻറ്റിക്ക് ഇത് ദുരഭിമാനത്തിൻ്റെ പ്രശ്നം മാത്രമാ. ഒരുതരം വാശിയും വ്യക്തിവിരോധവും മറ്റുള്ളവരുടെ വേദനയും വിഷമവും കാണാൻ ആൻറ്റിക്ക് കണ്ണില്ല. അല്ലെങ്കിൽ ആൻറ്റിക്ക് ആലോചിച്ചു നോക്കാവുന്നതല്ലേ ഉള്ളൂ. എത്ര പേരെ സങ്കടപ്പെടുത്തിക്കൊണ്ടാണ് അലീനയെ ഇവിടുന്ന് പറഞ്ഞയക്കുന്നതെന്ന്. ആൻറ്റിയുടെ മാത്രം സന്തോഷത്തിന് വേണ്ടി. ഇവിടെയാണെങ്കിൽ ആർക്കും മിണ്ടാട്ടം പോലുമില്ല. മനുവേട്ട, രോഹിയേട്ടന് ഏറ്റവും സങ്കടം. ഒടുവിലായപ്പോഴേക്കും അലീന ചേച്ചിയും രോഹിയേട്ടനും തമ്മിലായിരുന്നല്ലോ വലിയ കൂട്ട്. നിനക്ക് അത്രയൊരു അറ്റാച്ച്മെൻ്റ് ഒന്നും ഇല്ലായിരുന്നല്ലേ? ഓ, എനിക്ക് അറ്റാച്ച്മെൻ്റ് ഒന്നുമില്ല. ഞാനാണല്ലോ കൂട്ടത്തിലെ ദുഷ്ടത്തി, അമ്മയുടെ തൽസ്വരൂപം. ബബിത പുറംതിരിഞ്ഞ് കിടന്നു കളഞ്ഞു. മനുശങ്കർ ഊണുമുറിയിലേക്ക് നീങ്ങി. അലീന ചോറും കറികളും വിളമ്പി വെച്ചു കഴിഞ്ഞിരുന്നു. എന്നെ ഊണ് കഴിപ്പിക്കാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? ഇനിയിപ്പോൾ അത്താഴം തരണ്ടല്ലോ. അത്താഴം എനിക്ക് എൻ്റെ വീട്ടിലല്ലേ? മനുവേട്ടൻ ഇന്നിവിടാണെന്ന് എനിക്കറിയാമല്ലോ. എൻ്റെ ഈശ്വര, ഈ കുട്ടിച്ചാത്താൻ്റെ സേവയൊക്കെയുണ്ടോ? അച്ഛൻ എന്നെ വിളിച്ചു പറഞ്ഞായിരുന്നു ബാഗൊക്കെ കാറിൻ്റെ ഡിക്കിയിൽ തള്ളിയിട്ടാ പോന്നിരിക്കുന്നതെന്ന്. ആഹാ, അങ്ങനെ വരട്ടെ. മനുശങ്കർ ഊണ് കഴിക്കുന്നത് നോക്കി അലീന മേശയ്ക്കരികെ നിന്നു. അലീനയോട് സംസാരിക്കണമെന്ന് മനുശങ്കറിന് ആഗ്രഹമുണ്ടായിരുന്നു. അവൾ എവിടേക്കാണ് പോകുന്നത്? അവളുടെ ഹൃദയത്തിൽ തനിക്ക് സ്ഥാനമുണ്ടോ? പുതിയ താമസ സ്ഥലവും ജീവിത സാഹചര്യങ്ങളും അവളുടെ ഓർമ്മയിൽ നിന്നു കൂടി തന്നെ പിഴുതുകളയുമോ? എന്നെങ്കിലും അവൾ തിരിച്ചു വരുമോ? അങ്ങനെ എന്തെല്ലാമോ അവൻ്റെ ഹൃദയത്തിൽ അലതല്ലിക്കൊണ്ടിരുന്നു. എങ്കിലും അവൻ ഒന്നും സംസാരിച്ചില്ല. മനസ്സിലെ വികാരങ്ങൾ തുറന്നു കാട്ടാൻ വാക്കുകൾക്ക് കരുത്ത് പോരെന്ന് അവന് തോന്നി. വാക്കുകൾ ഉപയോഗിച്ച് തേഞ്ഞു പോയവയാണ് മനസ്സിലെ വികാരങ്ങളോ. ശക്തവും ഉൾക്കടവും അഗാധവും. മനുവേട്ടൻ ഉച്ചയ്ക്ക് എത്തുമെന്നാണ് ഞാൻ വിചാരിച്ചേ. എന്നെ പ്രതീക്ഷിച്ചായിരുന്നോ?
എന്നോട് പറഞ്ഞില്ലായിരുന്നോ അവിടുന്ന് ഇന്നലെ തന്നെ പുറപ്പെടുമെന്ന്? അത് ശരി, എന്നാലും എൻ്റെ കാര്യം ഓർത്തു. ഇന്ന് ആളെത്തുമല്ലേന്ന് കാണാമല്ലോന്ന് മിണ്ടാമല്ലോന്ന്. അലീന അവൻ്റെ മുഖത്തേക്ക് ഇമയനക്കാതെ നോക്കി. അവൾ സംസാരിച്ചിരുന്നെങ്കിൽ എന്ന് അവൻ അഭിലാഷിച്ചു. അവൾ ഹൃദയം തുറന്ന് കാട്ടിയിരുന്നെങ്കിൽ, മനുവേട്ടൻ വരാനായി ഞാൻ കാത്തിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ, ഒന്ന് കാണാനും മിണ്ടാനും ഞാനിതുപോലെ കൊതിച്ച ദിവസമില്ല എന്ന് വെളിപ്പെടുത്തിയിരുന്നെങ്കിൽ, എത്ര അകലത്തേക്ക് പോയാലും മനുവേട്ടൻ എൻ്റെ മനസ്സിലുണ്ടാവും എന്നൊരു വാഗ്ദാനം നൽകിയിരുന്നെങ്കിൽ. മിണ്ടുന്നില്ല അവൾ. മനുശങ്കറിന് നിരാശ തോന്നി. ഊണ് മതിയാക്കി അവൻ എഴുന്നേറ്റു, കൈ കഴുകി. ആ ഭവനത്തെ ഒരു മ്ലാനത ഗ്രസിച്ചിട്ടുണ്ടെന്ന് അവന് മനസ്സിലായി. വേർപിരിയലിൻ്റെതായ ഒരു വേദന ആ വീടിൻ്റെ ഉൾത്തടങ്ങളിൽ എവിടെയൊക്കെയോ ഇരുന്ന് വിങ്ങുന്നു. മനുശങ്കർ രോഹിത്തിൻ്റെ മുറിയിൽ ചെന്നു. അവന് കമ്പ്യൂട്ടർ ടേബിളിന്മേൽ കമിഴ്ന്ന് കിടപ്പുണ്ടായിരുന്നു. ടേബിളിൽ ഒരു CD ഇരിപ്പുണ്ട്. കമ്പ്യൂട്ടർ സ്ക്രീനിൻ്റെ വലതുവശത്ത് ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. ചക്രവാള ചെരുവിൽ പറന്നകലുന്ന പക്ഷിയെ നോക്കി ഒരു യാത്രാമൊഴി നൽകുകയാണെന്നേ തോന്നൂ. രോഹിത്തിന് ഈ ഫോട്ടോ എവിടുന്ന് കിട്ടി? മനുശങ്കർ അത്ഭുതപ്പെട്ടു. രോഹിത്! മനുശങ്കർ അവൻ്റെ ചുമലിൽ തട്ടി വിളിച്ചു. രോഹിത് കണ്ണു തുറന്നു. ഞെട്ടിപ്പിടഞ്ഞ് മുഖമുയർത്തി നിവർന്നിരുന്നു. നീ എന്താ ഇരുന്നുറങ്ങുന്നേ? ചുമ്മാ ഓരോന്നോർത്ത് കിടന്നതാ, മയങ്ങിപ്പോയി. ഇതെവിടുന്ന് കിട്ടി ഈ പടം? ഞങ്ങൾ എറണാകുളത്ത് പോയപ്പോൾ എടുത്തതാ. എനിക്കിതിൻ്റെ കോപ്പി തരണം. മെയിൽ ചെയ്തു തന്നാൽ മതിയോ? വേറെയും പടങ്ങളുണ്ട്. അലീന ചേച്ചിക്ക് ഒരു കോപ്പി കൊടുത്തയക്കാൻ വേണ്ടി ഞാൻ CD-യിലേക്ക് റൈറ്റ് ചെയ്യുകയായിരുന്നു. ഒരു കോപ്പി എനിക്ക് വേണ്ടിയും എടുത്തു. മനുശങ്കറിൻ്റെ കമ്പ്യൂട്ടർ സ്ക്രീനിലെ അലീനയുടെ മുഖം കണ്ടിട്ടും മതിയാവുന്നില്ല. മനുവേട്ടൻ എപ്പോഴാണ് വന്നത്? കുറേ നേരമായി. ഇവിടെ എല്ലാവരും ഭയങ്കര ടെൻഷനിലാമല്ലോ ഏട്ടാ. അലീന ചേച്ചി നാളെ പോകുമല്ലേ? രാജ്യം വിട്ടു പോവുകയൊന്നും അല്ലല്ലോ. കുറച്ചു ദൂരേക്ക് മാറി നിൽക്കുന്നല്ലേ ഉള്ളൂ. ശരിയാ, എന്നാലും ഞങ്ങൾക്ക് വല്ലാതെ മിസ് ചെയ്യും. നമുക്ക് എപ്പോൾ വേണമെങ്കിലും പോയി കാണാവുന്നതല്ലേ ഉള്ളൂ. എന്നാലും ഞങ്ങളുടെ കൂടെ ഇല്ലല്ലോ മനുവേട്ട. ആ നഷ്ടം ഞങ്ങൾക്ക് മാത്രമല്ലേ അറിയൂ. രോഹിത് വികാരാതീതനായി. അലീന ചേച്ചി തന്ന സ്നേഹം തിരിച്ചു കൊടുക്കാൻ ഞങ്ങൾക്ക് പറ്റിയില്ല. ഇനി എന്നെങ്കിലും അത് സാധിക്കുമോ? ഇല്ല. ഞങ്ങൾ ഏതവസ്ഥയിലായിരുന്നുവെന്ന് മനുവേട്ടൻ അറിയാലോ. അവൻ്റെ സ്വരമിടറുകയും കണ്ണു നിറയുകയും ചെയ്യുന്നത് കണ്ടിട്ട് മനുശങ്കർ തോളത്ത് തട്ടി സമാധാനിപ്പിച്ചു. എവിടെ പോയാലും അലീന ഒടുവിൽ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരും. അങ്ങനെ സമാധാനിക്ക്. ഞങ്ങൾക്കെല്ലാം എന്തൊരു ധൈര്യമായിരുന്നെന്നറിയുമോ മനുവേട്ട? അലീന ചേച്ചി കൂടെയുള്ളപ്പോൾ ഒന്നും പേടിക്കാനില്ലെന്ന്. ഒരു തെറ്റ് ചെയ്യാൻ തോന്നില്ല, ഒരു കള്ളം പറയാൻ തോന്നില്ല, മടി പിടിച്ച് വെറുതെ ഇരിക്കാൻ തോന്നില്ല. അലീന ചേച്ചി ഒന്ന് തൊട്ടാൽ മതി. നമുക്കറിയാം നമ്മളോടുള്ള ഇഷ്ടം. ഒരു തേങ്ങലോടെ രോഹിത് മേശയ്ക്ക് മീതെ കവളമർത്തി കിടന്നു. മനുശങ്കറിന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അലീന ഈ കുട്ടികളുടെ മനസ്സിൽ ചെലുത്തിയ സ്വാധീനം എത്ര അധികമായിരുന്നുവെന്ന്. കണ്ണുകൾ തുടച്ചിട്ട് രോഹിത് നിവർന്നിരുന്നു. ഞാനും ബബിതയും കൃഷ്ണമോളും അച്ഛനും ഒക്കെ ഒരു വീട്ടിൽ താമസിച്ചിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഒന്നുമില്ലായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല. ഞങ്ങൾ ഒന്നിച്ചു കൂടിയിരിക്കും. എല്ലാ കാര്യങ്ങളും ഞങ്ങൾ സംസാരിക്കും. അലീന ചേച്ചി ഉണ്ടാവും ഞങ്ങളുടെ കൂടെ. ഒരു വിളക്ക് കൊളുത്തി വെച്ചിട്ട് അതിന് ചുറ്റും ഇരിക്കുന്നത് പോലെ ആയിരുന്നു. ഇപ്പോൾ പേടി തോന്നുക, ഞങ്ങൾ പഴയ പോലെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഇരുട്ടത്തേക്ക് തിരിച്ചു പോകുമെന്ന്. വിളക്കണഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇരുട്ടല്ലേ. മനുശങ്കറിന് അവനെ അങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് അറിയില്ലായിരുന്നു. ബാലചന്ദ്ര മേനോൻ ടൗണിൽ നിന്ന് സന്ധ്യയുടെ വീട്ടിലെത്തി. മനുശങ്കർ സിറ്റൗട്ടിൽ ഇരിപ്പുണ്ടായിരുന്നു. അങ്കിൾ ഇന്ന് നേരത്തെ കടയടച്ചോ? മനുശങ്കർ ചോദിച്ചു. ഗോവർദ്ധനെ ഏൽപ്പിച്ചിട്ട് ഞാനിങ്ങ് പോരുന്നു. നീ വീട്ടിലേക്ക് പോയതേ ഇല്ലേ? ഇല്ല. മനുശങ്കർ പോർച്ചിലേക്ക് ഇറങ്ങി ചെന്നു. ഡിക്കി തുറന്ന് തൻ്റെ ബാഗ് എടുത്തു. വന്ന വിവരം വീട്ടിൽ അറിയിച്ചോ? ഇല്ല. ഞാൻ വീട്ടിലേക്ക് വന്നതല്ല അങ്കിളെ, ഇങ്ങോട്ട് മാത്രമായിട്ട് വന്നതാ. ഇവിടെ എല്ലാവരും കൂടെ ഒരാളെ നാട് കാണുന്നുണ്ടല്ലോ. നാളെ അതൊന്ന് കാണണമെന്ന് തോന്നി. അവൻ്റെ സ്വരത്തിലെ പരിഭവം ബാലചന്ദ്രന് മനസ്സിലായി. ഇവിടെ അങ്ങനെ പലതും നടക്കും. ഞങ്ങൾ വേലക്കാരികളെ ശമ്പളത്തിന് നിർത്തും, തീരുമ്പോൾ പിരിച്ചയക്കും. അതിൽ നിനക്കെന്താ കാര്യം? ഇപ്പോൾ ഇവിടെ നിൽക്കണ സെർവൻ്റ് എൻ്റെ സ്വന്തക്കാരിയാ. ഒന്നുകൂടെ തെളിച്ചു പറഞ്ഞ ഞാൻ കെട്ടാൻ പോണ പെണ്ണാ. അത് പറയുമ്പോൾ അവൻ്റെ സ്വരത്തിൽ തുടിച്ച അവകാശബോധവും ദൃഢനിശ്ചയവും ബാലചന്ദ്ര മേനോനെ വിസ്മയിപ്പിച്ചു. അത് നീ മാത്രം തീരുമാനിച്ചാൽ പോരല്ലോ. അങ്കിൾ എനിക്കൊരു വാക്ക് തന്നിട്ടില്ലേ, അവളെ കല്യാണം കഴിപ്പിച്ചു തരാമെന്ന്. അന്ന് നീ അതിന് തയ്യാറല്ലായിരുന്നല്ലോ. വേലക്കാരിയെ കെട്ടിക്കൊള്ളാൻ പറഞ്ഞത് നിനക്ക് വലിയ കുറച്ചിലായിപ്പോയി. ഞാനാണ് അവളെ സജസ്റ്റ് ചെയ്തത്. എന്നാൽ പോലും നീ ഒരു പ്ലസ് പോയിൻ്റായി അത് കണ്ടില്ല. അതോടെ ഞാൻ നിനക്ക് തന്ന വാക്ക് തിരിച്ചെടുത്തു. മനുശങ്കറിൻ്റെ മുഖം വാടി. പക്ഷേ അപ്പോഴെനിക്ക് സത്യാവസ്ഥകളൊന്നും അറിയില്ലായിരുന്നല്ലോ അങ്കിളെ. അപ്പോൾ നീ അവളെയല്ല ഇഷ്ടപ്പെട്ടത്, അവളെ ചൂഴ്ന്നു നിൽക്കുന്ന ചില സത്യാവസ്ഥകളെയാണ് അല്ലേ?
അവൾ ആരാണെന്ന് സത്യം അറിഞ്ഞിരുന്നില്ലായിരുന്നെങ്കിൽ നീ ഇപ്പോഴും ആദ്യം മുതലേ എനിക്ക് അവളെ ഇഷ്ടമായിരുന്നെങ്കിലേ ഞാനും അവൾക്ക് വേണ്ടിയാണ് വാദിച്ചിട്ടുള്ളത്. എന്നും ഞാൻ അവളുടെ പക്ഷത്ത് മാത്രമേ നിൽക്കൂ. ബാലചന്ദ്രമേനോൻ അവനെ അടിമുടിയൊന്ന് നോക്കിയിട്ട് തോളത്തൊരു അടിയടിച്ചു. നീ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് അല്ലേ? അതെ. അവൾക്ക് സമ്മതമാണെങ്കിൽ എന്നെ തടയാൻ ആർക്കും പറ്റില്ലെങ്കിലേ. ഞാൻ തടഞ്ഞാലോ? അങ്കിളിനെ എനിക്കറിയാലോ. അലീനയ്ക്ക് ഇഷ്ടമാണെങ്കിൽ അങ്കിളും അവളുടെ പക്ഷത്തേ നിൽക്കൂ. എനിക്കറിയാം. അലീനയുടെ സ്വന്തക്കാർ ആർക്കു വേണ്ടി നിന്നേക്കാൾ നല്ലൊരു ചെറുപ്പക്കാരനെ കണ്ടുപിടിക്കുകയും അവൾക്ക് അവനെ ഇഷ്ടപ്പെടുകയും ചെയ്താലോ? മനുശങ്കർ അന്തം വിട്ടു. അലീനയുടെ സ്വന്തക്കാരോ? അത് നമ്മളൊക്കെ തന്നെയല്ലേ അങ്കിളെ? നമ്മൾ മാത്രമല്ല, വേറെയും പലരുമുണ്ട്. അങ്കിൾ ഇതുവരെ അതിനെപ്പറ്റിയൊന്നും പറഞ്ഞില്ലല്ലോ. മനുശങ്കർ ആശ്ചര്യത്തോടെ ചോദിച്ചു. അവൾക്ക് പോലും അറിയില്ല. എല്ലാം ഞാൻ പിന്നീട് പറയാം. ബാലചന്ദ്രൻ ഡിക്കി അടച്ചു. അവിടെ എന്താ രണ്ടുപേരും കൂടെ ഒരു രഹസ്യം പറച്ചില്? അച്ഛൻ വന്നിട്ട് അരമണിക്കൂറായല്ലോ. അലീന സിറ്റൗട്ടിലേക്കുള്ള വാതിലിൽ നിന്നും പറഞ്ഞു. ഞങ്ങളൊരു കല്യാണം ആലോചിക്കായിരുന്നു. ബാലചന്ദ്രമേനോൻ പറഞ്ഞു. ആർക്കാണച്ചാ? ഇവന്. വയസ്സ് 10-27 അലീനയുടെ മുഖത്ത് ക്ഷണനേരത്തേക്ക്. അപ്പോൾ എനിക്കൊരു കൂട്ടില്ലേ? അവൾ വല്ലായ്മയോട് കൂടി പറഞ്ഞു. എന്നാര് പറഞ്ഞു? ഇവന്റെ കല്യാണത്തിന് നുയ്യ് ഉണ്ടാവാതിരിക്കുമോ? ബാലചന്ദ്രമേനോൻ അർത്ഥഗർഭമായി പറഞ്ഞു. രാത്രി 8 മണിക്ക് അത്താഴമേശയിൽ എല്ലാവരും ഒത്തുകൂടി. അലീന നാളെ സ്ഥലം വിടുന്നു എന്ന വിഷയത്തെ സ്പർശിക്കാതെ അവർ അല്പനേരം സംസാരിച്ചിരുന്നു. മനുശങ്കർ ബാംഗ്ലൂരിലെ തൻ്റെ ജീവിതത്തെപ്പറ്റി എന്തൊക്കെയോ പറഞ്ഞു. അത് വേണ്ട പോലെ ശ്രദ്ധിക്കപ്പെട്ടില്ല. ബാലചന്ദ്രൻ സംഭാഷണം നീട്ടിക്കൊണ്ടു പോകാൻ ശ്രമിച്ചു. ബബിത എഴുന്നേറ്റ് പോയതോടെ ഊണുമുറി മ്ലാനതയിലായി. അലീന അത്താഴം വിളമ്പിയിട്ട് ചെന്ന് വിളിച്ചെങ്കിലും ബബിത എഴുന്നേറ്റ് വന്നില്ല. അലീന നിർബന്ധിച്ചപ്പോൾ അവൾ ദേഷ്യപ്പെട്ടു. എന്തിനാ ഇങ്ങനെ ശല്യപ്പെടുത്തുന്നത്? വേണ്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാവത്തില്ലേ? എനിക്ക് വിശപ്പില്ല. അലീന സങ്കടത്തോടെ തിരികെ പോന്നു. മറ്റുള്ളവർ കഴിക്കാനിരുന്നു. രോഹിത് ഒരു ചപ്പാത്തി മുറിച്ച് ഒരു കഷ്ണത്തിൻ്റെ അറ്റം വായിൽ വെച്ചു. കടിച്ചുകൊണ്ട് അല്പനേരം ഇരുന്നു. പിന്നെ ഒന്നും മിണ്ടാതെ എണീറ്റ് പോയി. കൃഷ്ണജ അല്പം ചോറുണ്ടു. അവൾക്ക് കരച്ചിൽ വരുന്നുണ്ടായിരുന്നു. ഇടത് കൈകൊണ്ട് ഇടയ്ക്കിടെ അവൾ കവിളിന്മേൽ തൂത്തു. ബാലചന്ദ്രമേനോൻ മനുശങ്കറിനും കഴിക്കണമെന്നോ ഇല്ലായിരുന്നു. പക്ഷേ അലീന മുൻപിലിരിക്കുന്നു. എല്ലാവരും എണീറ്റ് പോയാൽ അവൾക്ക് സങ്കടമാകുമല്ലോ എന്ന് കരുതി അവർ പ്ലേറ്റിലുള്ളത് നുള്ളി തിന്നുകൊണ്ടിരുന്നു. അലീനയും അല്പം മാത്രമേ കഴിച്ചുള്ളൂ. ഈ രാത്രി ഒന്ന് കഴിഞ്ഞു കിട്ടിയിരുന്നെങ്കിൽ എന്ന് അവൾ ആഗ്രഹിച്ചു പോയി. ഇത് പീഡനാനുഭാവത്തിൻ്റെ രാത്രിയാണ്. വേദനയുടേതാണ്. ബാലചന്ദ്രനും വൈജയന്തിയും മുൻപ് ഉപയോഗിച്ചിരുന്ന ബെഡ്റൂമിലാണ് അലീന മനുശങ്കറിന് കിടക്ക വിരിച്ചു കൊടുത്തത്. അവൻ്റെ ബാഗ് അവൾ മേശപ്പുറത്ത് കൊണ്ടുവന്ന് വെച്ചു. കുടിക്കാൻ കുറച്ച് വെള്ളം കൂടി എടുത്തു വെക്കണം. ടെൻഷനുള്ളപ്പോൾ എനിക്ക് ദാഹം തോന്നും, മനുശങ്കർ പറഞ്ഞു. അലീന ഒരു പ്ലാസ്റ്റിക് ബോട്ടിലിൽ വെള്ളം കൊണ്ടുവന്ന് കൊടുത്തു. ബോട്ടിൽ വാങ്ങി മേശപ്പുറത്ത് വെച്ചിട്ട് മനുശങ്കർ അവളുടെ കാര്യം ഗ്രഹിച്ചു. അലീന അവൻ്റെ മുഖത്തേക്ക് അർത്ഥവത്തായി നോക്കി. ഞാൻ നിന്നെ കാണാൻ വേണ്ടി മാത്രം വന്നതാ, അവൻ പറഞ്ഞു. എനിക്കറിയാം, അവൾ മന്ത്രിച്ചു. നാളെ എങ്ങോട്ടാ പോകുന്നതെന്ന് നിനക്കറിയാമോ? അച്ഛൻ എന്നോട് സ്ഥലപ്പേര് പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമേ എനിക്കറിയൂ. എവിടെയാ? മനുവേട്ടൻ അച്ഛനോട് ചോദിച്ചാൽ മതി. നീ എന്തുകൊണ്ട് അങ്ങളിനോട് ചോദിക്കാത്തത്? ആരുടെ അടുത്തേക്കാണ് നിന്നെ കൊണ്ടുപോകുന്നതെന്ന് എന്നോട് പറയാമെന്ന് അച്ഛൻ പറഞ്ഞത്. പറഞ്ഞില്ലല്ലോ ഇതുവരെ. പറയും. നിനക്ക് ആശങ്കയൊന്നുമില്ലേ? എനിക്കറിയാം, അച്ഛൻ എന്നെ നല്ലൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകും. നിനക്ക് ഈ വീട് വിട്ടു പോകാൻ വിഷമമൊന്നുമില്ലേ? അലീന അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവളുടെ മിഴികളിലെ നീർപ്പോളകൾ വന്ന് മൂടുന്നത് അവൻ കണ്ടു. സോറി, അവൻ മന്ത്രിച്ചു. അലീന അവൻ്റെ കൈ വിടുവിച്ച് കണ്ണു തുടച്ചുകൊണ്ട് മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയി. ബബിത കിടക്കയിൽ കമിഴ്ന്നു കിടക്കുകയായിരുന്നു. മുറിയിൽ വെളിച്ചമില്ല. ചാരിയിരുന്ന വാതിൽ അലീന തുറന്നപ്പോൾ ചുറ്റുവരാന്തയിലെ വെളിച്ചം അകത്തേക്ക് കയറി. മുഖം തിരിച്ചു നോക്കിയിട്ട് ബബിത അതേ മട്ടിൽ തന്നെ കിടന്നു. അലീന കിടക്കയിൽ വന്നിരുന്നു. അവളുടെ തോളത്ത് കൈവച്ച് പതിയെ വിളിച്ചു. ബബിതേ. ഒരു പ്രതികരണവുമില്ല. അലീന തനിക്ക് അഭിമുഖമായി അവളുടെ മുഖം തിരിക്കാൻ അല്പം ബലം പ്രയോഗിച്ചു. ബബിത ചെറുത്തു നിന്നു. അലീനയുടെ കൈ പിടിച്ചു മാറ്റുകയും ചെയ്തു. അലീന അവളുടെ ശിരസും കവിളത്തും തലോടിക്കൊണ്ട് തിരികെ തന്നെ ഇരുന്നു. കുറച്ചു കഴിഞ്ഞ് അലീന എഴുന്നേൽക്കാനാഞ്ഞു. പൊടുന്നനെ അവളുടെ കൈത്തണ്ടയിൽ ബബിതയുടെ വിരലുകൾ മുറുകി. അലീനയ്ക്ക് കരച്ചിൽ വന്നു. അവൾ ബബിതയുടെ അരികിൽ തന്നെ ഇരുന്നു. അവളുടെ മുഖം പിടിച്ച് നേരെയാക്കി കുനിഞ്ഞ് അവളുടെ നെറുകയിൽ നെറ്റിൽ ഉമ്മ വെച്ചു. നല്ല കുട്ടിയായിരിക്കണം കേട്ടോ. അലീന അവളുടെ കവിളത്ത് തലോടി. നന്നായിട്ട് പഠിക്കണം. അച്ഛനോടും അമ്മയോടും സ്നേഹത്തോടെ പെരുമാറണം. ഞാൻ പോയാലും ഇനിയും വരും. ഇടയ്ക്കിടയ്ക്ക് ഞാൻ വിളിക്കും. നീ സന്തോഷമായിട്ടിരിക്കുന്നെന്ന് കേട്ടാൽ പാതി സമാധാനമായി. അലീന ഒരിക്കൽ കൂടി അവളുടെ നെറുകയിൽ ചുംബിച്ചു. രോഹിത്തിനെ ഞാൻ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പോവുകയാ കൃഷ്ണമോളെ, കേട്ടോ. അലീന നെറ്റിൽ ഉമ്മ വെച്ചപ്പോൾ ബബിതയുടെ വിരലുകൾ അവളുടെ കൈത്തണ്ടിൽ ഒന്നുകൂടി മുറുകി. അലീന അവളെ തഴുകി തലോടി ആശ്വസിപ്പിച്ചിട്ട് കൃഷ്ണജിയുടെ മുറിയിലേക്ക് പോന്നു. ഇന്ന് കൃഷ്ണമോൾക്ക് കൂട്ടുകിടക്കാമെന്ന് വാക്കു കൊടുത്തിട്ടാണുള്ളത്. കൃഷ്ണജ ഉറങ്ങാതെ കിടപ്പുണ്ട്. അലീന ലൈറ്റണച്ച് കിടക്കയിൽ കയറിയതും കൃഷ്ണജ അവളെ കെട്ടിപ്പിടിച്ചു. അലീന അവളുടെ മുഖം തൻ്റെ തോളിലേറ്റി വെച്ച് 2 കൈകൊണ്ടും ആശ്ലേഷിച്ച് അവൾക്ക് അഭിമുഖമായി ഒരു വശം ചെരിഞ്ഞു കിടന്നു.
താൻ ഈ വീട്ടിൽ വന്നതു മുതൽ ഇന്നേ വരെ തന്നോട് അനുകമ്പയോടെയും സ്നേഹത്തോടെയും കൂടി പെരുമാറിയത് കൃഷ്ണജിയാണെന്ന് അലീനയ്ക്ക് മറക്കാൻ വയ്യ. എല്ലായ്പ്പോഴും തൻ്റെ പക്ഷത്തായിരുന്നു അവൾ. അതെല്ലാം ഓർത്ത് അലീന ഒന്നുകൂടി അവളെ അമർത്തിപ്പിടിച്ചു. തോളത്ത് ബ്ലൗസിനടിയിൽ നനവു തട്ടിയെന്നറിഞ്ഞ് അലീന തെല്ലമ്പരന്നു. അവൾ ചുമരിലെ സ്വിച്ച് ബോർഡിലേക്ക് കൈ എത്തിച്ച് ലൈറ്റിട്ടു. തോളത്തമരുന്ന കൃഷ്ണജിയുടെ മുഖം തെല്ലടർത്തി മാറ്റി. അവളുടെ കണ്ണീരൊഴുകി വീണ് നനഞ്ഞിരിക്കുകയാണ് ബ്ലൗസ്. മോളെ, അലീന ഗദ്ഗതത്തോടെ വിളിച്ചു. കൃഷ്ണജ തേങ്ങിക്കൊണ്ട് വീണ്ടും അവളുടെ തോളത്തേക്ക് മുഖം അമർത്തി. അലീന ലൈറ്റ് അണച്ചു. കൃഷ്ണജയുടെ മുഖം പിടിച്ച് തൻ്റെ മുഖത്തിന് നേരെ കൊണ്ടുവന്നു. കരയല്ലേ മോളെ, ഞാൻ പോയാലും എൻ്റെ മനസ്സുണ്ടല്ലോ നിങ്ങളുടെ കൂടെ. അലീന അവളുടെ നെറ്റിയിലും കണ്ണിലും ഉമ്മ വെച്ചു. കൃഷ്ണജിയുടെ കണ്ണീരിൻ്റെ നനവ് അവളുടെ ചുണ്ടിലും പുരണ്ടു.